കറണ്ട് അഫയേഴ്സിൽ ആവർത്തിച്ച് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോബൽ പ്രൈസ്. 2024 നോബൽ ജേതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. വൈദ്യശാസ്ത്രം 2 പേർക്കാണ് ലഭിച്ചത്. വിക്ടർ ആംബ്രോസ്, ഗ്യാരി റർക്കിൻ. 2 പേരും അമേരിക്കക്കാരാണ്. മൈക്രോ ആർഎൻഎയുടെ കണ്ടുപിടുത്തം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ജീൻ റെഗുലേഷൻ തത്വം ആവിഷ്കരിച്ചു. ഈ ക്വസ്റ്റ്യൻ 2025 ഫയർമാൻ ഡ്രൈവർ എക്സാമിന് ചോദിച്ചതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗതികശാസ്ത്രം അതും 2 പേർക്കാണ് ലഭിച്ചത്. അമേരിക്കക്കാരനായ ജോൺ ഹോപ്ഫീൽഡ്, കാനഡക്കാരനായ ജെഫ്രി ഹിൻറ്റൺ. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. ഈ ക്വസ്റ്റ്യൻ 2025 LP സ്കൂൾ ടീച്ചർ മലയാളം പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. രസതന്ത്രം 3 പേർക്കാണ് ലഭിച്ചത്. ഡേവിഡ് ബെക്കർ USA, ഡെമിസ് ഹസാബിസ് ബ്രിട്ടൻ, ജോൺ എം ജെമ്പർ USA. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് ഡേവിഡ് ബെക്കറിന് പുരസ്കാരം ലഭിച്ചത്. പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിനാണ് ഡെമിസ് ഹസാബിസിനും ജോൺ എം ജെമ്പർക്കും പുരസ്കാരം ലഭിച്ചത്. ഇതിൽ പുരസ്കാര തുകയുടെ 50% ഡേവിഡ് ബെക്കറിനാണ് ലഭിച്ചത്. ബാക്കി 50% മറ്റു 2 പേർക്കും കൂടെ പങ്കിട്ട് കൊടുക്കും. ഈ ക്വസ്റ്റ്യൻ 2025 ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, LDC ഫോർ SC/ST, പോലീസ് ഡ്രൈവർ ഈ 3 പരീക്ഷകൾക്കും വന്ന ക്വസ്റ്റ്യൻ ആണ്. സമാധാനം ജപ്പാനിലെ സംഘടനയായ നിഹോൺ ഹിഡാൻക്യോയ്ക്കാണ് 2024 സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. ഈ ക്വസ്റ്റ്യൻ 2025 10th പ്രിലിംസ് സ്റ്റേജ് 2 വന്ന ക്വസ്റ്റ്യൻ ആണ്. സാഹിത്യം ദക്ഷിണ കൊറിയക്കാരിയായ ഹാൻ കാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. അവരുടെ പ്രധാന കൃതിയാണ് ദ വെജിറ്റേറിയൻ. ഈ ക്വസ്റ്റ്യൻ 2025 10th പ്രിലിംസ് സ്റ്റേജ് 3 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സാമ്പത്തിക ശാസ്ത്രം 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ടർക്കിഷ് അമേരിക്കക്കാരനായ ഡാരൻ എയ്സ്മോഗ്ലു, ബ്രിട്ടീഷ് അമേരിക്കക്കാരായ സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും സമൃദ്ധിയെ അതെങ്ങനെ ബാധിക്കുന്നുവെന്നുമുള്ള പഠനത്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. ഈ ക്വസ്റ്റ്യൻ 2025 പോലീസ് ഡ്രൈവർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.